മൂന്നാം മോദി മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 7 വനിതാ മന്ത്രിമാർ. നിർമ്മല സീതാരാമൻ ക്യാബിനറ്റ് മന്ത്രിയായും അന്നപൂർണ ദേവി, അനുപ്രിയ പട്ടേൽ, ശോഭ കരന്തലജെ, രക്ഷാ നിഖിൽ ഖഡ്സെ, സാവിത്രി ഠാക്കൂർ, നിമുബെൻ ബെൻഭാനിയ എന്നിവർ സഹമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൽ നിർമ്മല സീതാരാമൻ മുൻ മോദി സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്നു. ഇത്തവണയും ധനകാര്യം തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവാണ് നിർമ്മല സീതാരാമൻ. നേരത്തെ പ്രതിരോധ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്നപൂർണ ദേവി ഝാർഖണ്ഡിലെ കോഡർമയിൽ നിന്നുള്ള MP-യാണ്. പാർലമെന്റിലെത്തുന്നത് ഇത് 2ാം തവണയാണ്. മുൻ മോദി സർക്കാരിൽ സഹമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അനുപ്രിയ പട്ടേൽ അപ്നാദൾ എസ് നേതാവാണ്. ഉത്തർപ്രദേശിലെ മിസാപൂരിൽ നിന്നാണ് ലോക്സഭാംഗമായത്. കർണാടകയിൽ നിന്നുള്ള BJP നേതാവായ ശോഭ കരന്തലജെ ബാംഗ്ലൂരിൽ നിന്ന് ജയിക്കുന്ന ആദ്യ വനിതാ MP-യാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ രാവേർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ രക്ഷാ നിഖിൽ ഖഡ്സെ NCP നേതാവ് ലോക്നാഥ് ഖഡ്സെയുടെ മരുമകളാണ്. ഇത് 3ാം തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള BJP വനിതാ നേതാവ് സാവിത്രി ഠാക്കൂറും 2ാം തവണയാണ് ലോക്സഭയിലേക്ക് എത്തുന്നത്. ഗുജറാത്തിലെ ഭാവ്നഗർ മണ്ഡലത്തിലെ BJP MP നിമുബെൻ ബാംബാനിയും കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു.